കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബൊമ്മ ഭാര്യമാരെ കുറിച്ച് സംസാരിച്ചപ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാവും, സ്വാഭാവികമായിട്ടുള്ള സംശയം. പുരുഷന്മാർക്ക് വേണ്ടി മാത്രമാണ് ഇതുപോലെ ബൊമ്മ ഭർത്താക്കന്മാരുണ്ടോ എന്നാ ഉണ്ട്. പുരുഷന്മാരുടെ അതേ ശാരീരിക പ്രത്യേകതയുള്ള മസിലുള്ള യഥാർത്ഥമെന്ന് തോന്നിക്കുന്ന പുരുഷ ബൊമ്മകളും എപ്പോഴും സംസാരിക്കാൻ തയ്യാറായി നിൽക്കുന്ന AI കാമുകന്മാർ, AI ബോയ് ഫ്രണ്ട്സ് ആൻഡ് ഹസ്ബൻഡ്സ് ഇന്ന് വിപണിയിലുണ്ട്. പുരുഷന്മാർ പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ശാരീരിക ആകർഷണത്തിന് പ്രാധാന്യം നൽകുമ്പോൾ സ്ത്രീകളുടെ ലക്ഷ്യം വെച്ചുള്ള ഒരു AI പങ്കാളി കമ്പനികളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട്. AI കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ളത് വൈകാരികമായ പിന്തുണ, ഇമോഷണൽ സപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ടാണ്. ഒരു ബൊമ്മ ഭർത്താവ് അല്ലെങ്കിൽ AI കാമുകൻ സമൂഹത്തിലും സ്ത്രീകളുടെ മനഃശാസ്ത്രത്തിലും ഉണ്ടാക്കാൻ പോകുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. വരാൻ പോണ പ്രശ്നം നമുക്കൊന്ന് നോക്കിയാലോ. എപ്പോഴും കേൾക്കുന്ന പെർഫെക്റ്റ് പങ്കാളി എന്ന അപകടം. ഒരു ബന്ധത്തിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തന്നെ മനസ്സിലാക്കുന്ന, താൻ പറയുന്നത് കേൾക്കാൻ തയ്യാറുള്ള ഒരാളല്ലേ. യഥാർത്ഥ ജീവിതത്തിൽ ഒരു ഭർത്താവിന് എപ്പോഴും അത് കഴിഞ്ഞു കൊള്ളണമെന്നില്ല. അയാൾക്ക് ജോലി തിരക്കായിരിക്കും, ദേഷ്യം വരാം, ചിലപ്പോൾ അയാൾ കുറ്റപ്പെടുത്തിയെന്ന് വരും. എന്നാൽ ഈ AI ഭർത്താവ് 24 മണിക്കൂർ അവർ പറയുന്നത് കേൾക്കും. അവൾ എന്ത് തെറ്റ് ചെയ്താലും കുറ്റപ്പെടുത്തിയാലും എപ്പോഴും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. ഇങ്ങനെയുള്ള ഒരു പെർഫെക്റ്റ് കേൾവിക്കാരനെ ശീലിച്ചു കഴിഞ്ഞാൽ കുറവുകളുള്ള ഒരു സാധാരണ പുരുഷനുമായി ജീവിക്കാൻ ആ സ്ത്രീക്ക് പിന്നെ കഴിയുമോ? പുരുഷന്മാരോടുള്ള അവരുടെ പ്രതീക്ഷകൾ തന്നെ അസാധ്യമായ തലത്തിലേക്ക് മാറില്ലേ? ഒരു യഥാർത്ഥ ദാമ്പത്യം എന്നുള്ളത് രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള വ്യക്തികൾ പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതല്ലേ. എന്നാൽ ഒരു AI ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുമ്പോഴേ അവിടെ വിട്ടുവീഴ്ചകളുടെ ആവശ്യമില്ല. നിങ്ങൾ പറയുന്നത് മാത്രമാണ് അവിടെ ശരി. അതായത് പങ്കാളി എന്നതിലുപരി നിങ്ങൾ പറയുന്നത് മാത്രം കേൾക്കുന്ന ഒരു വൈകാരിക അടിമയാണ് അവിടെ ലഭിക്കുന്നത്. ഇത് മനുഷ്യരുടെ സ്വാഭാവികമായ വികസനത്തെയും പേഴ്സണൽ ഗ്രോത്ത്, മറ്റുള്ളവരുടെ അഭിപ്രായത്തെ മാനിക്കാനുള്ള കഴിവിനെയൊക്കെ പൂർണ്ണമായിട്ടങ്ങ് നശിപ്പിച്ച് കളയില്ലേ. നിങ്ങൾക്ക് സന്തോഷമുള്ളപ്പോൾ കൂടെ ചിരിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ദുരന്തം ഉണ്ടായാൽ, ഉദാഹരണത്തിന് അച്ഛനും അമ്മയൊക്കെ മരിച്ചാൽ, അല്ലെങ്കിൽ വലിയ സാമ്പത്തിക തകർച്ച ഉണ്ടായാൽ ആശ്വസിപ്പിക്കാൻ ഒരു യന്ത്രത്തിന് കഴിയുമോ? യഥാർത്ഥ മനുഷ്യന്റെ കണ്ണുനീരിന് പകരം വെക്കാൻ ഒരു AI കോഡിനും കഴിയില്ല, അല്ലെ? സ്വന്തം എന്ന് പറയാൻ ഒരു യന്ത്രം മാത്രമേ ഉള്ളൂ എന്ന സത്യം തിരിച്ചറിയുന്ന നിമിഷം ആ വ്യക്തി കടുത്ത മാനസിക തകർച്ചയിലേക്കും ഡിപ്രഷനിലേക്കൊക്കെ വീണ് പോയേക്കാം. ചുരുക്കം പറഞ്ഞാൽ ഭാര്യ ബൊമ്മയായാലും ഭർത്താവ് ബൊമ്മയായാലും ടെക്നോളജി ചെയ്യുന്നത് ഒന്ന് തന്നെയാണ്. അത് മനുഷ്യരെ തമ്മിൽ അകറ്റുക. താൽക്കാലികമായ ഒരു ആശ്വാസത്തിന് വേണ്ടി നമ്മൾ യന്ത്രത്തെ കൂട്ടുപിടിക്കുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് സ്നേഹിക്കാനും വെറുക്കാനും വഴക്കിടാനും ഒന്നിച്ചു നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മനുഷ്യ ബന്ധമാണ്. ഓർക്കുക, കുറവുകളുള്ള മനുഷ്യരോടൊപ്പം ജീവിക്കാൻ പഠിക്കുന്നതാണ് യഥാർത്ഥ ജീവിത വിജയം. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയൂ. യന്ത്രങ്ങൾ മനുഷ്യബന്ധങ്ങൾക്ക് പകരമാകുമോ? കമന്റ് ചെയ്യൂ.